ഇത് നമ്മുടെ നൗഫലിന്റെ ഇക്കയാണ്. നിങ്ങളിവിടെ രക്ഷപ്പെടുന്നതിന് തൃശ്ശൂർ ഇന്ന് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. ആണോ? ഡ്യൂട്ടി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മാറ്റിൻ്റെ ഇടയിൽ നഷ്ടങ്ങളുണ്ടാവും. പിന്നെ എന്താ പറയാ ബോഡി മായി തുടങ്ങി. ഇപ്പോൾ ബോഡി കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും? ഇന്നലെ രാവിലെ ഒന്നും കിട്ടി. രാവിലെ കിട്ടി. വളരെ തൊലിയൊക്കെ ഫുള്ള് വിടർന്നിട്ടുള്ള അവസ്ഥയാണ്. ആണല്ലേ? കുട്ടി ഹോസ്പിറ്റലിൽ ഇന്നലെ ചാലിയാറുന്ന ഒരു 10 കണ്ടുകിട്ടുന്നതും അങ്ങനെ തിരിച്ചറിയാൻ പാടായിരിക്കും അല്ലേ? തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി 10 വയസ്സായ കുട്ടിയുടെ മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. തുറന്നു നോക്കിയപ്പോൾ തലയില്ല. പിന്നെ ഒരു കയ്യിലൊരു മറുക് ഉണ്ടായിരുന്നു. ആ മറുക് വെച്ചിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്. അങ്ങനത്തെ അവസ്ഥയാണ്. അടയാളം പോലും ഇല്ലാതെ മനുഷ്യർ തീരുക. അതെ അതെ. ഇപ്പോൾ ഒരാഴ്ച പറയില്ലേ? നൗഫൽ ഇന്ന് പൂർണ്ണമായിട്ടുണ്ടോ? അല്ലേ, സോറി, ഫിറോസ് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇന്ന് നൈറ്റ് 8 മണിക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഡ്യൂട്ടി കഴിയും. പിന്നെ എറണാകുളം ജില്ല വരും നാളെ തൊട്ട്. ഓക്കെ ഫിറോസ്, താങ്ക് യു. ഫിറോസാണ് തൃശ്ശൂരിൽ നിന്ന്. അങ്ങനെ ഒരുപാട് മനുഷ്യർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പരിസരത്ത്. അപ്പോൾ വിജയേട്ടൻ ഞങ്ങളതാ പോട്ടെ. വിജയേട്ടൻ്റെ അമ്പലം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. നേരെ രൂപ ശരിയാവും. അപ്പോൾ നമ്മളങ്ങനെ മുകളിലേക്ക് പോകാം. നമ്മുടെ അവിടെ ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഇതുവഴി പോകാം അല്ലേ? ഇതുവഴി ഇങ്ങനെ പോയി അവിടെ വരെ തുറന്നു. അപ്പോൾ അങ്ങോട്ട് പോകാം, സുഖമായിട്ട് പോകാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാം. പോയിട്ട് വരട്ടെ. ഓക്കെ സാർ, താങ്ക് യു. അപ്പം ചേട്ടൻ ഒരു എക്സ് സർവീസ്മാനാണ്. ഇത്ര മനുഷ്യരെ ഇവരെല്ലാവരും പിടിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിദ്ദിഖ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി മുകളിലോട്ട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും അവിടെ വരെ? ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് പുഞ്ചിരിമറ്റത്തേക്ക്. അപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി നമ്മൾ ആ സ്കൂളിന്റെ സമീപത്തോടു കൂടിയാണ് പോകുന്നത്. സ്കൂളിന്റെ ആ ഭാഗത്തുള്ള ചെറിയൊരു പ്രദേശം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ മുൻപ് അവിടെയൊക്കെ വാർത്തയൊക്കെ എടുക്കാൻ വന്നിരുന്നത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് ഈ വെള്ളൊലി മലയുടെ ചരിവാണ് ആ കാണുന്ന വനമേഖലയുടെ പ്രദേശം. ചെരിഞ്ഞിടക്കുന്നത് ആ ഭാഗത്ത് ആ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഇടിഞ്ഞിട്ട് ആദ്യം താഴോട്ട് എത്തിയതും. അവിടെ ഒരു 4 ആദിവാസി കുടുംബങ്ങളെ നേരത്തെ ഈ സ്കൂൾ ബിൽഡിങ്ങിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഈ പൊട്ടുന്നതിന് മുൻപ് തന്നെ അവർക്ക് എന്തൊരു സൂചന കിട്ടി, അവർ ഈ സ്കൂളിൽ നിന്ന് മാറി. ഇപ്പം നമ്മൾ ആ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം അവരുടെ ആ വീടുകൾ പോയിട്ടില്ല. അതിന് തൊട്ട് താഴെയുള്ള വീടുകളുടെയൊക്കെ മുകളിൽ വലിയ പാറകളാണ് പതിച്ചിട്ടുള്ളത്. പുഞ്ചിരിമട്ടത്തിന് മുകളിലുള്ള ഭാഗത്തെ വീടുകളിൽ വലിയ പാറകൾ പതിച്ചിട്ട് ആ വീടുകൾ വിശേഷം തകർന്നു. അതിനകത്തുള്ളവരും പോയിട്ടുണ്ടാവുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിന് തൊട്ട് താഴോട്ടുള്ള ഭാഗത്ത്, അതായത് മുണ്ടക്കൈ ഭാഗത്താണ് വെള്ളവും ഈ ചെളിയും പാറയും വന്നടിച്ചിട്ട് അങ്ങനെ അവിടെയുള്ള വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കും. അവിടെയുള്ള ജീവനൊക്കെ ആളുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ചൂരൽമല പാലം കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തെ ഭാഗത്താണ് വില്ലേജ് ഓഫീസ്. ആ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ വൻ മരങ്ങൾ, കടപുഴകി എത്തിയ മരങ്ങളും ചെളിയും വന്ന് അടിച്ചിട്ടാണ്. അതും വീട്ടിലെ ജനലിനേക്കാളും മുകൾ അത്ര ഹൈറ്റിൽ വന്ന് അടിച്ച ചെളിയും മണ്ണും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആ ഭാഗത്തുള്ളവർ നഷ്ടപ്പെടും. അവിടെയൊക്കെ നമുക്ക് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ നമുക്ക് കാണാം സാർ. അതായത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ അവരുടെ വീടിൻ്റെ മുറ്റത്തു നിന്നും ആ ഭാഗത്ത്, അതായത് വെള്ളവും ചെളിയൊക്കെ പാഞ്ഞ് വലിയ ശക്തിയിൽ വന്ന് അടിക്കുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്ന സമയത്ത് സ്റ്റക്കായിപ്പോയ ആളുകളാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ മനസ്സിലായി നമുക്ക് വിവരിക്കാൻ പറ്റില്ല.